ചർച്ചയിലേക്ക് ചന്ദ്രകാന്ത് വിശ്വനാഥ് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ഒപ്പം കുടുംബപരമായും സിനിമയിലും ഒക്കെ ഉള്ള വൈരം ഇതിന് പിന്നിലുണ്ട് എന്ന സംശയം, അതുമായി ബന്ധപ്പെട്ടുള്ള പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. രേണുക, നമ്മൾ ഈ തെലുങ്ക് പടങ്ങളൊക്കെ കേരളത്തിൽ കാണുന്നത് ഡബ് ചെയ്തിട്ടാണ്. അപ്പം മലയാളത്തിൽ വരുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ കഥ മനസ്സിലാവും, സംഭാഷണങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സാംസ്കാരികപരവും വൈകാരികപരമായ പരിസരങ്ങളൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഇപ്പോൾ ഈ പുഷ്പ 2 റിലീസായപ്പം അതിലെ നായകനോടുള്ള പെരുമാറ്റം, ഇതൊക്കെ സംബന്ധിച്ച് മലയാളികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി. കാരണം മലയാളികൾക്ക് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ നേരിട്ട് അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ നടക്കുന്നിരിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാം, അല്ലു അർജുൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം കളക്ട് ചെയ്തിരിക്കുന്നത് സിനിമയുടെ നായകനാണ്. ഇപ്പോൾ തെലുങ്ക് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ തെലുങ്കാനയിലോ ഒക്കെ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന രാഷ്ട്രീയവുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. എത്രയോ നാളുകളായിട്ട് രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമുണ്ട്. എൻ ടി രാമറാവ് ആകട്ടെ, ചിരഞ്ജീവി ആകട്ടെ, ഇപ്പോൾ അല്ലെങ്കിൽ പവൻ കല്യാൺ ആകട്ടെ, ഇങ്ങനെ ഈ തെലുങ്ക് രാഷ്ട്രീയത്തിൽ, അതായത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയുള്ള രാഷ്ട്രീയത്തിൽ ഇതിന് വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ അങ്ങ് പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്തത് ഒരു നിഷ്കളങ്കമായ നിയമവ്യവസ്ഥയുടെ നടപ്പാക്കലായിട്ടൊന്നും കരുതാൻ പറ്റില്ല. ഈ 11 പ്രതിയാണ് അല്ലു അർജുൻ. 1, 2, 3 പ്രതികളെയും അല്ലു അർജുനെയുമാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് വിവരം കിട്ടിയത്. അപ്പോൾ എന്തായാലും ശരി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ യാതൊരുവിധ ലക്ഷ്യവുമില്ലാതെയാണ് എന്ന് അവിടെ ആരും വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തെലുങ്കാനയിൽ നടക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ ചില വിവാദങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കർഷകരുടെ കടം എഴുതിത്തള്ളൽ എന്ന് പറയുന്ന 18,000 കോടിയുടെ കടം എഴുതിത്തള്ളൽ ബന്ധപ്പെട്ട് അവിടെ ഒരു വിവാദം നടക്കുന്നുണ്ട്. 2, അവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ എന്ന് പറയുന്നത് തെലങ്കാന തള്ളി എന്ന് പറയുന്നൊരു പ്രതിമയാണ്. അതവിടെ തെലുങ്കരുടെ ഒരു ആത്മഗൗരവം, അതായത് തെലുങ്ക് ഐഡൻറ്റിറ്റി, തെലുങ്ക് തള്ളി എന്ന് പറയുന്ന ഒരു പ്രതിമയാണ് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഉള്ളത്. 2014 അല്ലെങ്കിൽ 2013 ഈ തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ അതിന് മുമ്പ് തന്നെ 2003 തന്നെ തുടങ്ങിയ ഒരു ആശയമാണ് ഒരു തെലങ്കാന തള്ളി എന്ന് പറയുന്ന ഒരു പ്രതിമയുടെ രൂപം. ഈ രൂപമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ തെലങ്കാന തള്ളി 2024 ഡിസംബർ 10, അത് കഴിഞ്ഞ ദിവസം ഇതിനെ റിലീസ് ചെയ്തു, അതായത് സെക്രട്ടേറിയറ്റിലെ മുമ്പിൽ. അപ്പോൾ അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രതിമയും രണ്ടാമത്തെ പ്രതിമയുമായിട്ട്. അതായത് ആദ്യം 2003 രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പിങ്ക് സാരിയും അതുപോലെ തന്നെ കയ്യിൽ ബത്തുക്കമ്മ എന്ന് പറയുന്ന അവരുടെ ഒരു 9 ദിവസത്തെ ഒരു ഉത്സവമുണ്ട്, നമ്മുടെ നവരാത്രി പോലത്തെ ഒരു ഉത്സവമാണ്. അതിനുണ്ടാകുന്ന കുടം, അത് അവരുടെ ഒരു സാംസ്കാരിക പൈതൃകമായിട്ട് അവർ കണക്കാക്കുന്നു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വെച്ചപ്പോൾ ഈ പ്രതിമയുടെ കളറ്, പ്രതിമയുടെ സാരി, അത് ഈ പോച്ചമ്പള്ളിയൊക്കെ പോലെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സാരികളുടെ പാരമ്പര്യത്തിലാണ് ഈ സാരി അവിടെ വെച്ചത്. അതിപ്പോൾ ഉള്ളത് പച്ച നിറത്തിലുള്ള സാരിയും ഈ തള്ളി എന്ന് പറയുന്ന മാതാവിന് ഒരു അഭയമുദ്രയാണ്. നമുക്കറിയാം അഭയമുദ്ര എന്താണ്. അഭയമുദ്ര കാണിക്കുന്നത് ഒരാൾ കയ്യിൽ കാണിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചിഹ്നവുമായിട്ട് സാമ്യമുണ്ട്. ഒപ്പം ഇത് ഈ പ്രതിമ വന്നപ്പോൾ തന്നെ BRSും പ്രതിപക്ഷ കക്ഷികളും ഇതിനെതിരായിട്ട് രംഗത്ത് വരികയും ഇതൊരു തെലുങ്ക് എതിരായുള്ള നടപടിയാണെന്ന്, ഇതിനെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്നൊക്കെ നിലയിൽ BRSൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു കോൺട്രവേഴ്സി അവിടെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴാണ് 4-ാം തീയതി നടന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 12-ാം തീയതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പുറകിൽ രാഷ്ട്രീയമില്ല എന്ന് നമുക്കങ്ങനെ കരുതാൻ പറ്റില്ല. അതിനപ്പുറമായിട്ട് YSR കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കർണൂൽ ജില്ലയിൽ നന്ദ്യാലിൽ അവിടെ മത്സരിച്ച ഒരു രവി റെഡ്ഡി, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മുടെ അല്ലു അർജുൻ പ്രചരണം നടത്തിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പിന്തുണച്ചു. ഇത് ഈ പറയുന്ന മറ്റ് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു അതൃപ്തിയുണ്ട്. ഇപ്പോൾ ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ, ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രി. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഒരു അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും അവരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു സിനിമയുടെ പോലെ എല്ലാം ഇടകലർന്ന, കുടുംബവും രാഷ്ട്രീയവും സിനിമയൊക്കെ ഇടകലർന്ന സംഭവമാണ്. പക്ഷേ ഒന്ന് നിഷ്കളങ്കമായിട്ടാണ് ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം പുറത്തുവിടുന്നതെന്നൊക്കെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി.